നമസ്കാരം, എല്ലാവർക്കും കേരള ഇൻസൈറ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രെൻഡിങ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. CJP അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന യുവജനങ്ങളുടെ സംഘടന, വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന യുവജനങ്ങളുടെ ഒരു സംഘടന ഡൽഹിയിൽ നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലാകെ കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. പല പല വാർത്തകളാണ്. ഇത് BJPക്കെതിരെയും കേന്ദ്ര സർക്കാരിനെ തകർക്കാനുമുള്ള ഒരു സംഘടന എന്ന രീതിയിലുള്ള ഒരു പ്രക്ഷോഭമാണ് എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ വിവിധ ചാനലുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ശരിക്കും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ ഒരു സംഘടന എന്തുകൊണ്ടാണ് നിലവിൽ വന്നത്, അല്ലെങ്കിൽ ഈ പോരാട്ടവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സമരമുഖത്തിറങ്ങിയത്? ഇതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഇത് എവിടെ നിന്നാണ് ഈ സംഘടനയുടെ ആരംഭം? ഇതാരാണ് ഇതിൻ്റെ പിന്നിൽ? ഈ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളും അതുപോലെ തന്നെ യുവജനങ്ങളുമാകട്ടെ സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ആളുകളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വേണ്ടതൊരു തൊഴിലാണ്, അല്ലെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അവർക്ക് ജീവിക്കാൻ വേണ്ട അവസരങ്ങളാണ്. ഈ അവസരങ്ങൾ കേന്ദ്ര സർക്കാർ നിഷേധിക്കപ്പെടുന്നു എന്ന ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും പേർ ഈ സമരമുഖത്ത് ഒന്നിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ BJPക്കെതിരെയുള്ള ഒരു സമരമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. BJPക്കെതിരെ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ ദൗർബല്യം അത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൊണ്ട് ഒരു കാശിനും കൊള്ളത്തില്ല, അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ സ്വയം സംഘടിതരായത്. ഇത്രയും പേർ സംഘടിതരായപ്പോൾ അവരോടൊപ്പം ചേരാനെ കൊണ്ട് കോൺഗ്രസും അതുപോലെ തന്നെ കേരളത്തിലെ CPM അടക്കമുള്ള പാർട്ടികൾ ഇവർക്ക് വേണ്ടി പ്രതികരിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അതുപോലെ തന്നെ പല സെലിബ്രിറ്റികളും പ്രതികരിച്ചു തുടങ്ങി. അതായത് രാജ്യത്ത് നടക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾ അഴിമതി ചെയ്താലോ അക്രമം ചെയ്താലോ പ്രതികരിക്കാത്ത പലരും പ്രതികരിച്ചു തുടങ്ങി. കാരണം ആൾ കൂടുന്നിടത്ത് ഷൈൻ ചെയ്യാനെ കൊണ്ടുള്ള ചിലരുടെ തീരുമാനമാണ്. അതിനെയൊക്കെ സോഷ്യൽ മീഡിയ നിരന്തരം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇവർക്ക് അനുകൂലമായിട്ട് പോസ്റ്റ് ഇട്ട പല നേതാക്കന്മാരെയും യുവ നേതാക്കന്മാരെ ഒക്കെ തന്നെ സോഷ്യൽ മീഡിയ മണിക്കൂറുകളായിട്ട് ഏറി നിർത്തിയിരിക്കുകയാണ്. BJP വിഷയത്തെ നയപരമായ രീതിയിൽ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ എത്രമാത്രം ദൗർബല്യരാണ് ഇന്ത്യ മഹാരാജ്യത്ത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഒരു പ്ലസ് പോയിന്റ് കൂടിയാണ്. BJP ഈ സമരത്തെ കൃത്യമായ രീതിയിൽ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമരം അവർ ഒത്തുതീർപ്പാക്കും എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. BJPയുടെ സ്റ്റൈൽ അതാണ്. ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഒരു നിഗമനം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അസംഘടിതരായ ഒരു വിഭാഗം ജനങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയും എന്ന് ഒരു തെളിവ് കൂടിയാണിത്. അവിടെ നടന്ന അക്രമങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ശരിക്കും പറഞ്ഞാൽ ന്യായീകരിക്കപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം സാധാരണപ്പെട്ട ജനങ്ങൾ കൂടുന്നിടത്ത് ഇത്തരം അക്രമങ്ങൾ ഉണ്ടാവും. പലരും പല രീതിയിലുള്ള മാനസികാവസ്ഥയിലുള്ള ആളുകളാണ്. ഈ സമരത്തിൽ പങ്കെടുത്തവർക്ക് മാത്രമല്ല നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം ഈ പരിക്കുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ, അക്രമവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ, വാഹനങ്ങൾ അടിച്ച് തകർത്തു, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ ചില മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള സമരക്കാരുടെ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അത് അവരുടെ പക്ഷപാതപരമായിട്ടുള്ള ചില നിലപാടുകളാണ്. എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു തലസ്ഥാന നഗരമായിട്ടുള്ള ഡൽഹി കാത്തു സൂക്ഷിക്കേണ്ട സംരക്ഷണ ചുമതല പോലീസിനാണ്. ആ പോലീസ് ഏത് രീതിയിലും ഇത്തരത്തിലുള്ള അക്രമത്തെ നേരിടാൻ വേണ്ടി സജ്ജരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഡിഫൻസാണ് അവരുടെ പ്രശ്നം. അപ്പോൾ അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. ഈ രാജ്യത്ത് എവിടെയാണെങ്കിലും സമരം ചെയ്യാനുള്ള ഒരു സാധാരണ പൗരൻ്റെ അവകാശം കൃത്യമായ രീതിയിൽ ഭരണഘടനാപരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ പൊതുമുതൽ നശിപ്പിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ആക്രമിക്കുക എന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേസ് എടുക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. അത് മാത്രമാണ് ഡൽഹി പോലീസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സമരത്തിന് പോയവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ സമരം ചെയ്യണം എന്ന കൃത്യമായ രീതിയിലുള്ള യാതൊരു വിധമായിട്ടുള്ള അറിവോ മറ്റു കാര്യങ്ങളോ ഇല്ലായിരുന്നു. സാധാരണപ്പെട്ട ജനങ്ങളാണ്. അതും ഗവൺമെൻറ് അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ട് പിന്നീട് നടക്കുന്ന കേസുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ സമരത്തിന് ശേഷം ശക്തമായിരിക്കില്ല. കാരണം വിദ്യാർത്ഥികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കേസുകളിൽ പെട്ടുള്ള അവരുടെ ഭാവി തന്നെ മോശമാവും. അത് ഗവൺമെൻറ്റിനെ ബാധിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള സമരത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ്
ഈ സമരത്തിന് നേതൃത്വം നൽകിയവർ മനസ്സിലാക്കി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പറയും അണികൾ ഇറങ്ങും, പിന്നീട് ഈ നേതാക്കന്മാർ രക്ഷപ്പെടും. അണികളെ സംബന്ധിച്ചിടത്തോളം അണികൾക്ക് കുറേ ദിവസം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കോടതികളിൽ ഇറങ്ങി നടക്കേണ്ടി വരും. ഇത് ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളെ സംബന്ധിച്ച എടുത്ത തീരുമാനങ്ങൾ ഒരു പ്രതിഷേധമായിട്ട് മാത്രമേ ഇതിനെ കരുതാൻ കഴിയത്തുള്ളൂ. ഒരു രാഷ്ട്രീയ മുന്നേറ്റമായിട്ടോ മറ്റൊരു രാഷ്ട്രീയ ഉദയമായിട്ടോ ഒന്നും ഇതിനെ കാണാൻ കഴിയില്ല. അത് BJP ഇതിനെ ബുദ്ധിപൂർവ്വം ഇത്തരത്തിൽ തന്നെ കാണും. അതുപോലെ തന്നെ ജനങ്ങളുടെ പ്രതിഷേധം എന്ന് പറയുന്നത്, ജനങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു പാർട്ടിയോടാണ് അവർ പ്രതിഷേധിക്കുന്നത്. അല്ലാതെ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു സമരമോ അല്ലെങ്കിൽ പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട് അവരുടെയൊന്നും അറിവോടുകൂടിയോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ടോടുകൂടിയോ എല്ലാം ഒരു സമരമല്ല. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യത്തിൻ്റെ ശക്തി വിളിച്ചോതുന്ന ഒരു സമരമാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഗവൺമെൻറ് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന ഒരു സമരമായിട്ട് വേണം ഇതിനെ സാധാരണപ്പെട്ട ജനങ്ങൾ കാണാൻ. അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കണം എന്നല്ല, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്നുള്ള ഒരു വലിയ മുദ്രാവാക്യവും ഒരു വലിയ സന്ദേശവുമാണ് ഈ സമരത്തിലൂടെ നൽകുന്നത്. ഇത്തരം മൂവ്മെൻറ്റുകളെ അടിച്ചമർത്താൻ കഴിയില്ല, പക്ഷേ സ്വയം നന്നാവാനും തിരുത്തപ്പെടാനും കഴിയും എന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് എല്ലാവരും തന്നെ ഈ സമരത്തെ ഇഷ്ടപ്പെടുന്നു എന്നതാണ് ഒരു സത്യം. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റുകൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്നത് ഇത്തരം പ്രക്ഷോഭങ്ങളെ അതിൻ്റേതായിട്ടുള്ള മെറിറ്റിൽ കണ്ടുകൊണ്ട് സ്വയം തിരുത്തുക എന്നതാണ്. ഇതൊരു സൈബർ യുഗമാണ്, ഇൻ്റർനെറ്റിൻ്റെ യുഗമാണ്. അഭ്യസ്തവിദ്യരായ നിരവധി ചെറുപ്പക്കാരുടെ ഇന്ത്യയാണിത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങൾ ജനങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ കാവൽക്കാർ, നിങ്ങൾ രാഷ്ട്രീയക്കാരല്ല. വോട്ട് ചെയ്യുന്നവൻ്റെ ശക്തിയെ പ്രതിരോധിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല എന്നതാണ് ഈ സമരത്തോടുകൂടി ബോധ്യപ്പെടുന്നത്. സമരം ചെയ്ത എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി പറയുന്നു, ജയ് ഹിന്ദ്.